السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يجرمنكم شنآن قوم على ألا تعدلوا. صدق الله مولانا العلي العظيم. വേദിയിലുള്ള ബഹുമാന്യരായ സ്ഥാപനത്തിൻ്റെ കാര്യദർശി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ എം ടി ഉസ്താദ് അടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹോന്നതരായ പണ്ഡിതവര്യന്മാർ, നമ്മുടെ വേദിയിലും സദസ്സിലുമൊക്കെയായി അണിനിരന്നിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃനിരയിലെ പണ്ഡിതന്മാരും പ്രവർത്തകരും പ്രബോധകരും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായ നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിദീർഘമായ ഒരു പ്രഭാഷണത്തിന് സമയമില്ലാത്ത വിധം സമയം നീണ്ടുപോയിരിക്കുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ചുറ്റുപാടനുസരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സഗൗരവം ചിന്തിക്കേണ്ട സന്ദർഭവും കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ നേരത്തെ വളരെ വിശാലമായി പ്രതിപാദിച്ചതുപോലെ ശ്രീ മണിശങ്കർ അയ്യർ പറഞ്ഞു, ഇന്ന് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രശ്നം നമ്മുടെ മൊത്തം പ്രശ്നമാണ്, അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമല്ല. ജനാധിപത്യ മതേതര ഇന്ത്യയുടെ മുമ്പിലുള്ള ഇന്നത്തെ പ്രശ്നം നമ്മുടെ ഭരണഘടന നിലനിൽക്കണോ അതോ ഫാഷിസം ഈ രാജ്യത്ത് മുന്നോട്ട് പോകണമോ എന്നതാണ്. അവർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ അവർക്ക് തന്നെ വളരെ കൃത്യമായി അറിയാം. അതിലുപരി ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും അറിയാം. പ്രത്യേകിച്ച് രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൃത്യമായി ഇതിൻ്റെ അപകടം മനസ്സിലായതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ നമ്മോടൊപ്പം നമ്മളെക്കാളേറെ ആവേശത്തോടുകൂടി കപിൽ സിബലിനെ പോലുള്ള പ്രഗത്ഭരായ ആളുകൾ നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. ദേശീയ തലത്തിൽ ഒരുപാട് അമുസ്ലിങ്ങൾ ഇതിനു വേണ്ടി അണിനിരന്നുകൊണ്ട് സമര പോരാട്ടം നടത്തുകയാണ്. ഗോഡ്സയെ അംഗീകരിക്കുന്നവരും ഗാന്ധിജിയെ സ്നേഹിക്കുന്നവരും തമ്മിലുള്ളൊരു പോരാട്ടമായി നമ്മുടെ രാജ്യത്തെ ഈ പൗരത്വ പ്രശ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള 6 മതക്കാർക്ക് പൗരത്വം കൊടുക്കുമ്പോൾ അയൽപ്രദേശത്തുള്ള മറ്റ് രാജ്യങ്ങളെ ഒന്നും പരിഗണിക്കാതിരുന്നത് പൗരത്വത്തിൻ്റെ പേരിൽ മതം മാനദണ്ഡമാക്കി ചിലരെ പരിഗണിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയാണ്. ഇത് ആഗോള നിയമങ്ങൾക്കെതിരാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്, സാധാരണ മനുഷ്യനീതിക്ക് 100% എതിരാണ്. അന്താരാഷ്ട്ര നിയമം അനുസരിച്ചുകൊണ്ട് 2016 ന്യൂയോർക്കിൽ ചേർന്ന കൺവെൻഷൻ പോലും ചർച്ച ചെയ്ത പ്രധാന വിഷയമാണ് ലോകത്ത് അഭയാർത്ഥികൾ 5 വിധത്തിലുണ്ടല്ലോ. റെഫ്യൂജീസ് എന്ന് പറയുന്നവർ കേവലം മതപരമായ പീഡനത്തിന് വിധേയമാകുന്നവർ മാത്രമല്ല. റെഫ്യൂജീസ് എന്ന് പറയുന്നവർ മതപരമായി പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, രാഷ്ട്രീയമായി പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, ഭാഷാപരമായി പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, യുദ്ധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, പ്രകൃതി ദുരന്തത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. 5 പേരെയും ഒരുപോലെയാണ് പരിഗണിക്കേണ്ടത് എന്ന് അന്താരാഷ്ട്ര നിയമം പറയുമ്പോൾ ഒരു വിഭാഗത്തെ അഥവാ മതപീഡനം എന്ന പേരിൽ ഒരു വിഭാഗത്തെ മാത്രം എന്തുകൊണ്ട് ഉൾപ്പെടുത്തി? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ജൈന സമുദായത്തിൽപ്പെട്ട ആളുകൾ റോഹിംഗ്യയിൽ നിന്നും പുറത്താക്കപ്പെടുന്നുണ്ട്. അവരെ പരിഗണിച്ചാൽ മുസ്ലിങ്ങളെ പരിഗണിക്കേണ്ടി വരുമെന്നതുകൊണ്ടാണ് ആ രാജ്യത്തെ പരിഗണിക്കാൻ മന്ത്രി തയ്യാറാവാതിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ശ്രീലങ്കൻ അഭയാർത്ഥികളെ ലിംഗ്വിസ്റ്റിക് റെഫ്യൂജീസ് ആണ് അവർ മതപരമായിട്ടല്ല, ഭാഷാപരമായി പെർസിക്യൂഷൻ ഭാഷാപരമായിട്ടാണ്. അവരെ പരിഗണിച്ചാൽ ആ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാകും, തമിഴ് സംസാരിക്കുന്നവർ. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഒരു നിലക്കും പൗരന്മാരാക്കിക്കൂടാ എന്ന കാരണത്താൽ മാത്രമാണ് ഈ ഒരു തന്ത്രം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ബോധ്യം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കള്ളമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ മന്ത്രിസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ 2018 ജൂലൈയിൽ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച രേഖ അനുസരിച്ച് 2011 8.4% ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെന്നും 2017 അത് 10.7% വർദ്ധിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. പീഡനമുള്ള സ്ഥലത്തല്ലല്ലോ അംഗസംഖ്യ വർദ്ധിക്കുന്നത്. കളവ് പറഞ്ഞുകൊണ്ട് അവിടെ പീഡനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അഭയം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ തന്നെ മുൻ മന്ത്രി കൃത്യമായി വെച്ച കണക്ക് അവർക്കെതിരാവുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ഇപ്പോൾ തൽക്കാലം NPR മാത്രമാണെന്ന് പറയുന്നു. NPR എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഹോം മിനിസ്ട്രി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ പ്രസ്താവനയിൽ കാണാൻ കഴിയും.
പത്രക്കുറിപ്പിൽ കാണാൻ കഴിയും, ദ NPR ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ക്രിയേഷൻ ഓഫ് NRC. രാജ്യത്ത് പൗരത്വ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ആദ്യത്തെ പടി മാത്രമാണ് NPR. NPRന് നിങ്ങളെ വീട്ടുപടിക്കൽ മുമ്പ് വന്നിരുന്നു സെൻസസിന്റെ ഉദ്യോഗസ്ഥന്മാർ. ഇന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് വീട്ടിൽ വന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളെ സംശയമുള്ളവനാണെങ്കിൽ ഡൗട്ട്ഫുൾ എന്ന് രേഖപ്പെടുത്താൻ അതിൽ കൃത്യമായ സംവിധാനമുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തിയാൽ നിങ്ങൾ പൗരത്വം തെളിയിക്കേണ്ടി വരും. തെളിയിക്കാൻ ഇവർ കാർക്കശ നിബന്ധനകൾ കൊണ്ടുവന്നുവെന്ന് വരാം. ആസാം മോഡലാണെങ്കിൽ തീർച്ചയായും പലരും പുറത്താകും. പുറത്തായി കഴിഞ്ഞാൽ ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പോകേണ്ടി വരും. ഇന്ത്യൻ പൗരനെ ഒരാളും സ്വീകരിക്കുന്ന പ്രശ്നമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല. ഇതിന്റെ പിന്നിൽ ശരിക്കും സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാർ സമൂഹത്തോട് നല്ല മുദ്രാവാക്യം പറയും. അവർ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന മുദ്രാവാക്യം ഹൈന്ദവ സമൂഹത്തെ പോലും കാപ്പഡ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാണ്. പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. പൂർണ്ണമായി വിശദീകരിക്കാൻ സമയമില്ല. അവർ പറയും മാനവ സേവയാണ് മാധവ സേവ, നരസേവയാണ് നാരായണ സേവ, ജനസേവയാണ് ജനാർദ്ദന സേവ. എന്ത് ജനസേവയാണ്, എന്ത് മാനവ സേവയാണ് നിങ്ങൾ നിർവഹിച്ചത്? അഖ്ലാഖിനെ കൊന്നതോ, അതോ പെഹ്ലൂഖാനെ അടിച്ചു കൊന്നതോ, ഗോവിന്ദ് പൻസാരെ കൊന്നതോ, ഗൗരി ലങ്കേഷിനെ കൊന്നതോ, മല്ലേശപ്പ കൽബുർഗി മുതൽ നമ്മുടെ രാജ്യത്തെ മിഷണറി പ്രവർത്തകരെ വരെ ചുട്ടുകൊന്ന അനുഭവം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രകടിപ്പിക്കുന്ന ആശയം ഹൈന്ദവ ധർമ്മവുമായി ബന്ധമില്ലെന്ന് ഹൈന്ദവ ധർമ്മം പരിശോധിക്കുമ്പോൾ അറിയാം. ഹൈന്ദവ ധർമ്മം മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ, സ്വസ്തി പ്രജാഭ്യം പരിപാലയന്തം ന്യായേണ മാർഗേണ മഹിം മഹിഷ. രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്നും ജനങ്ങൾ എങ്ങനെയാകണമെന്നുമാണ് അവർ പറയുന്നത്. ജനം സംരക്ഷിതരായിരിക്കണം, ജനത്തിനെല്ലാ സുരക്ഷയും നൽകണം. ന്യായേണ മാർഗേണ മഹിം മഹിഷ. ഭരണാധികാരികൾ ന്യായമാർഗത്തിലാണ് ഭരണം നടത്തേണ്ടത്. ഭരണാധികാരികൾ ന്യായപൂർവ്വമാണ് ഭരിക്കേണ്ടത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഓം ശാന്തി ശാന്തി ശാന്തി. അങ്ങനെയല്ലേ മുദ്രാവാക്യം ഇതുവരെ മുഴക്കിയിട്ടുള്ളത്? ഇതുമായി വല്ല ബന്ധവും ഇവർ ഉന്നയിക്കുന്ന ആശയങ്ങൾക്കുണ്ടോ? എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണക്രമത്തെ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിക സമൂഹം ഒരു പ്രദേശത്ത് ഭരണം നടത്തിയാൽ എന്തു സംഭവിക്കും? മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു ഭരണം സ്ഥാപിച്ചു. പലസ്തീൻ ഉൾക്കൊള്ളുന്ന മണ്ണൊന്നിച്ച് അന്ന് ഈലിയ എന്ന പ്രദേശമാണ് അറിയപ്പെടുന്നത്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുണ്ട് അവിടെ, ജൂതന്മാരുണ്ട് അവിടെ. മുസ്ലിം സമൂഹം പേർഷ്യക്കാരോട് യുദ്ധം ചെയ്തുകൊണ്ട് പേർഷ്യൻ പടനായകൻ തോറ്റോടി ഖുദ്സിലേക്ക്. അവസാനം ഖുദ്സ് കീഴടക്കി ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ നായകത്വത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിൻബലത്തോടു കൂടി രാജ്യം കീഴടങ്ങിയപ്പോൾ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുമായി കരാർ ഒപ്പിട്ടു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ക്രൈസ്തവ പള്ളി കാണുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയും ആ പള്ളിയിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയമാവുകയും അവിടെ നമസ്കരിക്കാമെന്ന് സഫറോൻ യൂസ് എന്ന പാതിരി പറയുകയും ഞാനത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പുറത്ത് നമസ്കരിക്കുകയും ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, ഞാൻ അവിടെ നിസ്കരിച്ചാൽ ഈ പള്ളിക്ക് എൻ്റെ മുസ്ലിം സമുദായം അവകാശവാദം ഉന്നയിച്ചാൽ പ്രശ്നമാകും. അങ്ങനെ അദ്ദേഹം നിസ്കരിച്ച സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോകാൻ അവസരമുണ്ടെങ്കിൽ ആ പള്ളിക്ക് പുറത്ത് മനോഹരമായി എഴുതി വെച്ചൊരു ഫലകം കാണും. ആ ഫലകത്തിൽ അദ്ദേഹം പലസ്തീൻ നിവാസികളായ ആ പ്രദേശത്ത് മുഴുവൻ ജീവിക്കുന്ന ആളുകൾക്കും ഒരു കരാർ കൊടുത്തിരിക്കുന്നു. ആ കരാറിൽ അദ്ദേഹം പറയുന്നു, അതിന്റെ ഹെഡിങ് തന്നെ തലക്കെട്ട് തന്നെ അൽ ഉഹ്ദത്തുൽ ഉമരിയ്യ, ഉമറിന്റെ വാഗ്ദാനം അല്ലെങ്കിൽ ഉമറിന്റെ പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷൻ അദ്ദേഹം ആർക്കാ കൊടുക്കുന്നത്? അഅ്താഹും അമാനൻ ലി അൻഫുസിഹിം വ അംവാലിഹിം വലി കനാഇസിഹിം വലി സുൽബാനിഹിം. ക്രിസ്ത്യാനികളുടെ കുരിശിനും അവരുടെ ചർച്ചിനും അവരുടെ ജീവനും അവരുടെ സ്വത്തിനും ഞാൻ സംരക്ഷണം നൽകും. മുസ്ലിങ്ങൾ ഭരിച്ച പ്രദേശത്തിന്റെ ചരിത്രം അതാണ്. ചിലരൊക്കെ ചാനൽ ചർച്ചയിൽ ചോദിക്കാറുണ്ട്, മുസ്ലിങ്ങൾ ഭരിച്ച സ്ഥലത്ത് എവിടെയെങ്കിലും ജനാധിപത്യമുണ്ടോ എന്ന്. താൻ തോന്നിത്തത്തിന്റെ ജനാധിപത്യത്തെക്കാൾ മനുഷ്യത്വത്തിന്റെ ഈ ആധിപത്യമല്ലേ നല്ലത്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്. മാത്രമല്ല, വലാ യുക്റഹൂന അലാ ദീനിഹിം, മതം മാറാൻ അവരെ നിർബന്ധിക്കാൻ പാടില്ല. വലാ യുളാറ അഹദും മിൻഹും, ഒരുത്തനും ഒരു ദ്രോഹം വരുത്താൻ പാടില്ല. ഇത് എഴുതി വെച്ചു എന്ന് മാത്രമല്ല, അത് നടപ്പാക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ 4 സാക്ഷികളെയും വെച്ചു. ആരാണ് 4 സാക്ഷികൾ? ലോക പ്രശസ്തരായ 4 സ്വഹാബിമാർ. ആ ഫലകത്തിന്റെ മുകളിൽ അവരെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. 4 പേർ ലോക പ്രശസ്തർ. നിങ്ങൾ ഓർക്ക്, അതാണ് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ചരിത്ര ചിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ജീവിച്ചപ്പോഴും ഈ സൗഹൃദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭിന്നിപ്പിക്കാൻ നടക്കുന്നവർ പഠിക്കണം. ഈ രാജ്യത്തെ തീവ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകണം. ക്രിസ്താബ്ദം 1310 സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അലാവുദ്ദീൻ ഖിൽജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗുജറാത്ത്, ആ ഗുജറാത്തിൽ നിന്നും അദ്ദേഹം തന്റെ രാജ്യത്തോട്
ഈ തെന്നിന്ത്യൻ പ്രദേശങ്ങൾ മുഴുവൻ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി കോറമാണ്ടൽ ആക്രമണം നടത്തി. ചരിത്ര പുസ്തകം പരിശോധിച്ചാൽ കാണാൻ കഴിയും. കോറമാണ്ടൽ ആക്രമിച്ചുകൊണ്ട് ആ പ്രദേശം ആ രാജ്യത്തിന്റെ കൂടെ ചേർക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ കോറമാണ്ടലിൽ അന്ന് ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ, ഇറാഖിൽ നിന്ന് വന്ന അറബികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. കോറമാണ്ടൽ ഒരു കടത്ത് കേന്ദ്രമാണ്, ഇന്ത്യയിലേക്കുള്ളൊരു വഴി തുറക്കുകയാണ്. ആ കോറമാണ്ടൽ തീരത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ അന്നത്തെ ബീർധോൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദു രാജാവിന്റെ കൂടെ നിന്നു. മുഴുവൻ മുസ്ലിങ്ങളും ഹിന്ദു രാജാവിന്റെ കൂടെ നിന്നു. കാരണം അന്നവരെ കൂടെ ഉണ്ടായിരുന്ന ഇറാഖി പണ്ഡിതന്മാർ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇത് ദാറുൽ അംനാണ്, കാരണം നമുക്കിവിടെ സംരക്ഷണം ഈ ഹിന്ദു രാജാവ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആക്രമിക്കാൻ വരുന്നവൻ മുസ്ലിം ആണെങ്കിലും നമ്മൾ ചെറുക്കണം. അലാവുദ്ദീൻ ഖിൽജിയുടെ ലക്ഷ്യം ആക്രമണമായിരുന്നില്ല, ആ പ്രദേശം തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് സാമ്രാജ്യത്വത്തിന്റെ വികസനം മാത്രമായിരുന്നു. പക്ഷേ അവിടുത്തെ ഹിന്ദു രാജാക്കന്മാരുടെ കൂടെ മുസ്ലിങ്ങൾ ഉറച്ചു നിന്നു. എങ്കിലും അവർ പരാജയപ്പെട്ടു. ഖിൽജി രാജ്യത്തോട് ചേർത്തു. ആരുടെ ഒരു ദ്രോഹം ഖിൽജി ചെയ്തില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഈ സംഭവത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചരിത്രം എഴുതിയ ചരിത്രകാരന്മാർ പോലും അത്ഭുതകരമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായി ഈ സംഭവത്തെക്കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാർ പോലും വ്യക്തമായി രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് എച്ചമേലിയായിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അവിടെയുള്ള മുസ്ലിങ്ങൾ പകുതി ഹിന്ദു സ്വഭാവമുള്ളവരായിരുന്നു. എന്താ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ഹിന്ദുക്കളോട് മുസ്ലിം സാധാരണക്കാർ സഹകരിച്ചു എന്നതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അന്നത്തെ ഹിന്ദു രാജാക്കന്മാരുടെ കൂടെ മുസ്ലിങ്ങൾ നിന്നു. ഇത് കെട്ടുകഥയല്ല. അമീർ ഖുസ്രു എഴുതിയ ഖസാഇനുൽ ഫുതൂഹ് എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ 1927. ആ ഗ്രന്ഥത്തിന്റെ 157-ാമത്തെ പേജിൽ ഈ സംഭവം മനോഹരമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കുന്ന മുസ്ലിം രാജാക്കന്മാർക്ക് അന്നത്തെ മുസ്ലിങ്ങൾ കൊടുത്ത സഹിഷ്ണുതാപരമായ പെരുമാറ്റം മുസ്ലിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. ഈ കൊള്ളലും കൊടുക്കലും ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ഷംസുദ്ദീൻ ഉൽത്തുമിഷ് ഭരിക്കുന്ന കാലം, അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ സിന്ധിൽ നാസറുദ്ദീന്റെ ഭരണമാണ്. അക്കാലഘട്ടത്തിൽ മുഹമ്മദ് ഔഫ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു സഞ്ചാരി ബുഹാറയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് 1267 കാലഘട്ടം, ഹിജ്റ വർഷം 655. അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ ഒരു സഞ്ചാരം നടത്തിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ 2 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ലുബാബുൽ അൽബാബ്, സംഘപരിവാറുകാരൻ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. മറ്റൊരു പുസ്തകം ജാമിഉൽ ഹികായാത്തി വലാമിഉർ റിവായാത്ത്. ആ പുസ്തകത്തിൽ അദ്ദേഹം മനോഹരമായി രേഖപ്പെടുത്തുന്നു, അദ്ദേഹം ഈ ജാമിഉൽ ഹികായാത്ത് എന്ന കൃതി അത് രചിച്ചത് തന്നെ ഷംസുദ്ദീൻ ഉൽത്തുമിഷിന്റെ മന്ത്രിയായ ഖിവാമുദ്ദീൻ ജുനൈദിക്ക് സമർപ്പണം ചെയ്യാനാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിൽ ഏഷ്യയിലെ രാജാക്കന്മാരുടെ ഗുണഗണങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഗുജറാത്ത് ഞാൻ സന്ദർശിച്ചു, കടൽ തീരത്തൊരു നഗരത്തിന്റെ അടുത്ത് ഞാൻ പോയി. ഗംഭായത്ത് എന്നാണ് അദ്ദേഹം ആ നഗരത്തെ കുറിച്ച് പറയുന്നത്. ആ നഗരത്തിൽ ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അമുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പാർസികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഈ പാർസികളും ഹിന്ദുക്കൾ പാർസികളെ ഇറക്കി വിട്ടു. അവരെ ഇളക്കി വിട്ട് വർഗീയത വളർത്തി മുസ്ലിങ്ങളുടെ പള്ളി തകർത്തു. പള്ളി തകർത്തപ്പോൾ മുസ്ലിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആ പള്ളിയിലെ ഇമാം അലി രാജാവിന്റെ അടുത്തേക്ക് പോയി, നെഹർവാല എന്ന് പറയുന്ന സ്ഥലത്ത് പോയി രാജകൊട്ടാരത്തിൽ ചെന്നു, പരാതിപ്പെട്ടു. ആരും ആ പരാതി സ്വീകരിച്ചില്ല. രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ രാജാവിന്റെ സാമന്തന്മാർ കുറെ ആളുകൾ ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു പോന്ന് അദ്ദേഹം മനോഹരമായി ഈ വേദനാജനകമായ സംഭവം ഒരു കവിത എഴുതിക്കൊണ്ട് രാജാവിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ വഴിയിൽ കാത്തുനിന്നു. അദ്ദേഹത്തോട് കൈകൂപ്പി സമ്മതം ചോദിച്ച് ഒരു കവിത വായിക്കാനുണ്ടെന്ന് പറഞ്ഞു. രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് തുടങ്ങുന്ന കവിതയിൽ മുസ്ലിങ്ങളുടെ വേദനകൾ അദ്ദേഹം അവതരിപ്പിച്ചു. പള്ളി പൊളിഞ്ഞ കാര്യം സൂചിപ്പിച്ചു. രാജാവ് കവിത വാങ്ങി, ഞാനിത് പഠിക്കാം എന്ന് പറഞ്ഞ് വേട്ടയ്ക്ക് പോക്ക് നിർത്തി തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് പറഞ്ഞു, ഞാൻ 3 ദിവസം വിശ്രമിക്കുകയാണ്, എന്നെ ശല്യപ്പെടുത്തരുത്. ആ ദിവസം രാജാവ് ആരുമറിയാതെ തന്റെ കുതിരപ്പുറത്ത് കയറി വേഷപ്രച്ഛന്നനായി ആ അങ്ങാടിയിൽ സഞ്ചരിച്ചുകൊണ്ട് കഥയൊക്കെ പഠിച്ചു. തിരിച്ചു വന്നു. അദ്ദേഹം രാജകൊട്ടാരത്തിൽ വന്ന് എല്ലാവരെയും വിളിച്ചു, ഈ ഇമാമിനെയും വിളിച്ചു. രാജാവിന് മനസ്സിലായി മുസ്ലിങ്ങളുടെ പള്ളി ഈ രീതിയിൽ തകർക്കപ്പെട്ടതാണ്. രാജാ ജനക് എന്നാണ് രാജാവിന്റെ പേര്. വളരെ മനോഹരമായി മുഹമ്മദ് ഔഫ് വിശദീകരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, രാജാവ് ഈ തെറ്റിന് കൂട്ടുനിന്ന ആളുകൾക്ക് കടൽ വെള്ളം കുടിക്കാൻ കൊടുത്തുകൊണ്ട് അവരെ പീഡിപ്പിച്ചുവെന്ന് മാത്രമല്ല, അന്നത്തെ 1,00,000 ഗുജറാത്തി നാണയം, പാലൂത്ര എന്നാണ് ആ നാണയത്തിന് അന്ന് പറയുന്ന പേർ, അത് കൊടുത്തുകൊണ്ട് ആ പള്ളി പുനർനിർമ്മിക്കാൻ പറഞ്ഞുവെന്ന് മാത്രമല്ല, ഒരുപാട് പാരിതോഷികങ്ങളും ആ ഹിന്ദു രാജാവ് കൊടുത്തു. പള്ളി നിർമ്മിക്കപ്പെട്ടു, പാരിതോഷികം പള്ളിയിൽ വെച്ചു. പെരുന്നാളിന്റെ ദിവസം ആ പാരിതോഷികം പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു. ആ പാരിതോഷികം ഹിജ്റ 655, ക്രിസ്തുവർഷം 1266 ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് ഔഫ് എഴുതുന്നു.
ഇതിന്റെ വിശദമായ വിവരം സയ്യിദ് സുലൈമാൻ നദ്വിയുടെ അറബ് വഹിന്ദ് കെ തഅല്ലുഖാത്ത് എന്ന ഗ്രന്ഥം വായിച്ചാൽ മനോഹരമായി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇന്ത്യ മഹാരാജ്യത്തെ ചരിത്രത്തിന്റെ ചിത്രം പഠിക്കുമ്പോൾ ഹൈന്ദവ മുസ്ലിം ബന്ധത്തിന്റെ, മാനവിക ബന്ധത്തിന്റെ, മതേതര ബന്ധത്തിന്റെ ഉദാത്ത മാതൃകകൾ ഇന്ത്യയിൽ ധാരാളമായി കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം ആളുകൾ ഈ ഗവൺമെന്റിനെ സ്വാധീനിച്ചുകൊണ്ട് അപകടകരമായ മുദ്രാവാക്യമായി മുന്നോട്ട് വരുന്നത്. മുസ്ലിങ്ങൾക്ക് പള്ളി കെട്ടിത്തന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ, പൊളിഞ്ഞ പള്ളി ചാലിയത്ത് മുസ്ലിങ്ങൾക്ക് കെട്ടിത്തന്നിട്ടുണ്ട് സാമൂതിരി. ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ, ഇവർക്കതറിയില്ല. കലയും സാഹിത്യവും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപോലെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. എല്ലോറ ഭരിച്ചിരുന്ന മെഹറോഗ് എന്ന് പറയുന്ന രാജാവ് 883 ക്രിസ്താബ്ദം സിന്ധിലെ മൻസൂറയിലെ അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന് പറയുന്ന അവിടുത്തെ ഗവർണറോട് പറഞ്ഞു, ഞങ്ങൾക്ക് കലയും സാഹിത്യവും വിജ്ഞാനവും പഠിപ്പിക്കാൻ ഒരു പണ്ഡിതനെ അയച്ചു തരണം. അയാൾക്ക് ഹിന്ദി ഭാഷ അറിയണം, ഇന്ത്യൻ ഭാഷ അറിയണം. ഇന്ത്യൻ ഭാഷ അറിയുന്ന ഇറാഖി പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ നേരത്തെ ഇന്ത്യയിൽ വന്ന് പഠിച്ചിട്ടുണ്ട്. അയാളെ പറഞ്ഞയച്ചു കൊടുത്തു. 3 വർഷം ഒരു ഹിന്ദു രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിച്ച് പരിശുദ്ധ ഖുർആൻ അയാൾ ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഹിജ്റ 207 1000 കൊല്ലങ്ങൾക്കപ്പുറം പരിശുദ്ധ ഖുർആൻ ഇന്ത്യ മഹാരാജ്യത്തെ വിവർത്തനം ചെയ്യാൻ ഒരു രാജാവ്, ഹിന്ദു രാജാവ്, ഒരു മുസ്ലിം പണ്ഡിതനെ വരുത്തി തന്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ഖുർആന്റെ പരിഭാഷ പ്രസിദ്ധീകരിക്കാനും പ്രചരിപ്പിക്കാനും അദ്ദേഹം മുന്നോട്ട് വന്നുവെന്ന് ചരിത്രം മനോഹരമായി രേഖപ്പെടുത്തുന്നു. അടിസ്ഥാനമുള്ള ചരിത്രം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഷാജഹാന്റെ കൊട്ടാരത്തെ പരിശോധിച്ച് നോക്കൂ. അവിടെ പണ്ഡിറ്റുമാർ, സുന്ദർഭായ് ആരാണ്? സുന്ദർദാസ്, ചിന്താമണി, ജഗന്നാഥ പണ്ഡിറ്റ്, ഇതൊക്കെ മുസ്ലിം രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ പഠിച്ചവരാ. ഈ രാജ്യത്തിന്റെ മതേതരത്വം പറഞ്ഞവരാണ്. ഇന്ത്യ ചരിത്രം മറച്ചു വെക്കുകയാണ് ചിലർ ചരിത്രം തിരുത്തുകയാണ്. ചിലർ സൗഹൃദത്തിന്റെ വഴിയടയാളങ്ങളെ മായ്ക്കാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ നഗരങ്ങളുടെ പേരുകൾ പോലും മായ്ച്ചു കളയുന്നു. സൗഹൃദത്തെ കളഞ്ഞു കുളിച്ചിട്ട് നിങ്ങൾക്ക് ഈ രാജ്യത്ത് എന്തു ചെയ്യാനാ? ഔറംഗസീബ് ചക്രവർത്തിയെ എൽഫിസ്റ്റൺ എന്ന് പറയുന്ന ഈ രാജ്യത്ത് കടന്നു വന്ന ബ്രിട്ടീഷുകാരന്റെ ബോംബെ ഗവർണർ മോശക്കാരനായി ചിത്രീകരിച്ചു. മോശക്കാരനായി അദ്ദേഹത്തെ സമൂഹത്തിൽ പരിചയപ്പെടുത്തി. ആ മനുഷ്യൻ എത്ര സൂക്ഷ്മതയോടെയാണ് ഭരണം നടത്തിയെന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഔറംഗസീബ്, ആ പേര് പോലും നിങ്ങൾ ഉപയോഗിക്കാത്തത് അയാൾ വൃത്തികെട്ടവനായത് കൊണ്ടാണ് എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നു. ഔറംഗസീബിന്റെ പേര് ഔറംഗസീബ് അല്ല. ഔറംഗസീബിന് ബാപ്പ കൊടുത്ത പേര് അബുൽ മുളഫർ മുഹിയുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ആ മനുഷ്യൻ ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ കൊടുത്ത സൂക്ഷ്മാലുമായ ഭരണാധികാരിയാണ്. നിങ്ങൾ പഠിച്ചു നോക്കൂ. അലക്സാണ്ടർ ഹാമിൽട്ടൺ അദ്ദേഹത്തിന്റെ കാലത്ത് വന്നത്. അലക്സാണ്ടർ ഹാമിൽട്ടൺ എഴുതിയിട്ടുണ്ട്, ഈ മനുഷ്യൻ അഥവാ ആലംഗീർ, ഹാമിൽട്ടൺ അദ്ദേഹത്തെ ആലംഗീർ എന്നാണ് വിളിച്ചത്. ഔറംഗസീബ് ആലംഗീർ നീതിമാനായ ഭരണാധികാരിയായിരുന്നു. ആ നീതിമാനായ ഭരണാധികാരിയെ നിങ്ങൾ വർഗീയവാദിയാക്കി. നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ചരിത്രത്തിന്റെ തിരുത്തുകൾ പഠിച്ചു നോക്ക് നിങ്ങൾ. അതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സംഭവിക്കുന്നത്. ശത്രുക്കൾക്ക് ആയുധം കിട്ടുന്നതിന് വേണ്ടി അപകടകരമായ ചില ചരിത്രങ്ങൾ എഴുതുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ മതങ്ങളും സൗഹൃദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ശങ്കരൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൽ അദ്ദേഹം ശൃംഗേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ശൃംഗേരിയിൽ ശങ്കരൻ ഒരു അത്ഭുതം കണ്ടു. ആ അത്ഭുതം, ഒരു തവള മുട്ടയിടുന്നു. ആ മുട്ടയിടുന്ന തവള പൊരിവെയിലത്ത് കിടന്ന് പെടയുന്നു. ആ തവളക്കൊരു പാമ്പ് വന്നിട്ട് ഫണം വിടർത്തിയിട്ട് ഒരു മൂർഖൻ പാമ്പ് ആ ഫണത്തിന്റെ തണലിൽ ഈ തവളയെ നിർത്തുന്നു. വിരുദ്ധ ശക്തികൾ സ്നേഹിക്കുന്നു. ശങ്കരൻ മനസ്സിൽ കരുതി, വിരുദ്ധ ശക്തികൾ സ്നേഹിക്കുന്ന ഈ സ്ഥലം തന്നെയാണ് ദൈവത്തിന്റെ ഭൂമി, ഇവിടെയാണ് ദൈവത്തെ കുടിയിരുത്തേണ്ടത്. ശ്രീ ശങ്കരൻ ശൃംഗേരിയിൽ മഠം നിർമ്മിച്ചു. ആ ശ്രീശങ്കരന്റെ പാരമ്പര്യം വല്ലതുമുണ്ടോ നിങ്ങളുടെ കയ്യിൽ? മനുഷ്യത്വത്തിന്റെ പാരമ്പര്യമുണ്ടോ? ആ ഉദാത്തമായ പാരമ്പര്യത്തിലേക്ക് രാജ്യത്തെ വഴി നടത്തുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഞങ്ങളെ പഠിപ്പിച്ചത് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിന്റെ കുടുംബമാണ്. എല്ലാം ഒരു കുടുംബം, വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ പോലെ ഈ കുടുംബത്തോട്, അള്ളാഹുവിന്റെ കുടുംബത്തോട് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ ചിന്തിക്കണം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ച്. ഈ രാജ്യത്ത് ക്രിസ്തുവർഷം 851 സുലൈമാൻ താജിർ എന്ന് പറയുന്ന ഒരു സഞ്ചാരി വന്നു, ഇബ്നു ബത്തൂത്തയെ പോലെ. സുലൈമാൻ താജിർ ശരിക്കും ഇറാഖ് ടു ചൈന ദീർഘ സഞ്ചാരം നടത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ സിൽസിലത്തു തവാരീഖ് ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ചരിത്രം പഠിക്കണം, ചരിത്രത്തിലേക്ക് പുറകോട്ട് പോകണം. ഇന്ത്യൻ അവസ്ഥ മുഴുവൻ വിശദീകരിക്കുന്നുണ്ട്. വസ്ത്രം ധരിക്കാത്തവരെ കുറിച്ച്, ആ കൗപീനം മാത്രം ധരിക്കുന്നവരെ കുറിച്ച്, ആ അവസ്ഥക്ക് പരിവർത്തനം വരുത്തിയ രാജ്യത്തിന്റെ ചരിത്ര ചിത്രത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഇസ്ലാം ഇന്ത്യക്ക് കൊടുത്ത ചരിത്രങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു,
ദർശന TV ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച ഷഹരിയാർ എം ഖാന്റെ ഒരു പുസ്തകമുണ്ട്. ഷഹരിയാർ എം ഖാൻ ബംഗാളിലെ ബീഗം ഭരണാധികാരികൾ എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യക്ക് കൊടുത്ത സംഭാവന മുഴുവൻ എഴുതിയൊരു പുസ്തകം, 300-ൽ പരം പേജുകളുടെ പുസ്തകം. ദർശന TVയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ഫ്രാൻസിസ് മിൽട്ടന്റെ ഭാര്യ ബിന്ദു മിൽട്ടൺ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാശനം ചെയ്തപ്പോൾ ഒരു കോപ്പി എനിക്ക് എത്തിച്ചു തന്നപ്പോൾ ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്ക് കൊടുത്ത സംഭാവനകൾ. ഷഹരിയാർ എം ഖാൻ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനാണ്. അദ്ദേഹം അടുത്ത സ്ഥാനപതിയായിരുന്നു. അദ്ദേഹം എഴുതിയ ഇന്ത്യയുടെ പഴയകാല ചരിത്രത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അത്ഭുതപ്പെടും. അതുകൊണ്ട് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊള്ളക്കൊടുക്കലുകൾ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നു ചേർന്ന് ജീവിച്ച ചരിത്രം, അത് ഇന്ത്യയുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഈ NRCയും നിങ്ങൾ പറയുന്ന NPR-ഉം സിറ്റിസൺ അമെൻമെന്റ് ആക്ടും ഒക്കെ വരുമ്പോൾ വിദേശ ചാനൽ വരെ പറയുന്നത് faith cannot be made a condition of citizenship. Faith cannot be made. ഒരിക്കലും വിശ്വാസം ഒരു മാനദണ്ഡമാക്കാൻ പാടില്ല ഫോർ ദ സിറ്റിസൺഷിപ്പ്. പൗരത്വത്തിന് ഒരിക്കലും വിശ്വാസം മാനദണ്ഡമാക്കാൻ പാടില്ല. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പൗരത്വത്തിന്റെ മാനദണ്ഡം ഇതാകുമ്പോ അപകടകരമായ അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ നോക്കൂ, കപിൽ സിബൽ ആരാ? ഹേമന്ത് കർക്കർ ആരായിരുന്നു? RB ശ്രീകുമാർ ആരാണ്? ടീസ്റ്റാ സെറ്റിൽവാർ, മല്ലിക സാരാഭായ്, ഗൗരി ലങ്കേഷ്, സഞ്ജീവ് ഭട്ട്. ഈ തിന്മകൾക്കെതിരെ ധീരമായി പൊരുതിയ മുസ്ലിം സുഹൃത്തുക്കളല്ലേ? രാം പുനിയാനി, ദീപിക സിംഗ്, രാമചന്ദ്ര ഗുഹ, അതുപോലെ തന്നെ കണ്ണൻ ഗോപിനാഥൻ മുതൽ നമ്മുടെ നാട്ടിലെ സുരേന്ദ്രൻ മാഷ്, എന്റെ നാട്ടുകാരൻ, അദ്ദേഹം അടക്കമുള്ള മുഴുവൻ ആളുകൾ. എന്തിനധികം ഡൽഹി ഇമാം പറഞ്ഞു, നിങ്ങൾ ഈ സമരത്തിൽ ഗവൺമെന്റിന് എതിര് നിൽക്കണ്ട. ഡൽഹി ഇമാം മുസ്ലിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ആ ഡൽഹിയിലെ ഇമാമിനെ മാറ്റിയിട്ട് ചന്ദ്രശേഖർ ആസാദിനെ മുസ്ലിങ്ങൾ ഇമാമാക്കി സമരം നയിച്ചു. അതാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതര ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായം. ഈ പോരാട്ടം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പോരാട്ടമാണ്. ചരിത്രത്തിന്റെ പുറകോട്ട് പോയാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടി വരും. എന്തിനധികം ഈ നാട്ടിൽ നടന്ന, നമ്മുടെ വെളിപ്പാടകലിൽ നടന്ന വാഗൺ ട്രാജഡി, ആ വാഗൺ ട്രാജഡി സമരത്തിൽ എന്തിനാ ഹിന്ദുക്കൾ പങ്കെടുത്തത്? അതിൽ ഹിന്ദുക്കളുണ്ടല്ലോ. നിങ്ങൾ വാഗൺ ട്രാജഡിയുടെ ചരിത്രം പഠിച്ചു നോക്ക്. ഡോക്ടർ CK കരീം സാർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹരമായ ദ ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിംസിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കേരള മുസ്ലിങ്ങളുടെ ചരിത്രം മൊത്തത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ അദ്ദേഹം മനോഹരമായി പറയുന്നുണ്ട്, തട്ടാൻ ഉണ്ണിപ്പുരായൻ, വാഗൺ ട്രാജഡിയിൽ മരിച്ച ആളാ തട്ടാൻ ഉണ്ണിപ്പുരായൻ. ചോളക്കരയിൽ പൊട്ടിച്ചിപ്പു, അച്യുതൻ നായർ, ശങ്കരൻ നായർ. എന്താ കാരണം? അവരൊക്കെ ആരാ? പരിശോധിച്ച് നോക്കൂ. വാഗൺ ട്രാജഡിയിൽ പങ്കെടുത്ത 3/4 പങ്കാളികളും കുരുവമ്പലത്തുകാരാണ്. നമ്മളെ വെളിപ്പാടകലുള്ള കുരുവമ്പലത്തുകാർ. എന്തേ കുരുവമ്പലത്തുകാർ കൂടുതൽ വരാൻ കാരണം? ഒറ്റ കാരണമാണ്. വളപുരം കുഞ്ഞുണ്ണി മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ ആ നാടിനെ സ്വീകാര്യനായി ജീവിച്ചിരുന്നു. ചരിത്രം പഠിച്ചു നോക്കൂ. കുരുവമ്പലത്ത് പോയി ചോദിച്ചു നോക്കൂ. വളപുരത്തെ കുഞ്ഞുണ്ണി മുസ്ലിയാർ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരെ പോലെ നാട്ടുകാർക്ക് ആദരണീയനായിരുന്നു. ബ്രിട്ടീഷുകാർ കുഞ്ഞുണ്ണി മുസ്ലിയാരെ പിടിച്ചുകൊണ്ടുപോയി. ഹിന്ദു മുസ്ലിം ഭേദമന്യേ കുഞ്ഞുണ്ണി മുസ്ലിയാരെ പിടിച്ചപ്പോ ആ നാട്ടിലെ ജനം ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ മാർച്ച് ചെയ്തു. അവരെ പിടിച്ചു കൊണ്ടുപോയി. അവരെ തിരൂരിൽ നിന്ന് വണ്ടി കയറ്റി. അതുകൊണ്ടാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും വാഗൺ ട്രാജഡിയിൽ ഒരുപാടുണ്ടായത്. ശ്രീ ബഹുമാനപ്പെട്ട MK മുഹമ്മദ് തിരുവങ്ങാടിക്കാരൻ കവിത എഴുതി. അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരുപാട് കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, വാഗൺ മുറിക്കുള്ളിൽ 90 പേരെ പൂട്ടി, വാതിലും കൊട്ടിയടച്ച് വണ്ടിയും ഓട്ടി, ശോകത്തിൽ മാപ്പിളമാരും ഹിന്ദുക്കൾ 5 ഒരുമയിൽ കെട്ടിപ്പിടിച്ച് മരിച്ചിട്ടുണ്ട്. ഹിന്ദുവും മുസ്ലിമും കെട്ടിപ്പിടിച്ച് മരിച്ചിട്ടായി രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയത്. ആ രീതിയിൽ കെട്ടിപ്പിടിച്ച് രാജ്യത്തിന് വേണ്ടി പൊരുതിയ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭിന്നിപ്പിക്കാൻ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് കൊണ്ടുവന്നാൽ അത് ഇന്ത്യ അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് സമരമുഖത്തെ പോരാളികൾ പറയുന്നത്. അതാണ് ഇന്ത്യയിലെ ക്യാമ്പസ് പറയുന്നത്, യുണൈറ്റ് അഗൈൻസ്റ്റ് ഹേസ്റ്റ്. ഈ വെറുപ്പിനെതിരെ ഒന്നിക്കൂ നിങ്ങൾ. ഈ വെറുപ്പിനെതിരെ അല്ലാതെ പിന്നെ എന്തിനാ നമ്മൾ ഒന്നിക്കുന്നത്? രാജ്യത്തിന്റെ ചരിത്രവും ചിത്രവും പഠിക്കണം നിങ്ങൾ. രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് അതിലേക്ക് പോയാൽ എന്തിനധികം. കടലുണ്ടിപ്പുഴയിൽ സ്വന്തം സുഹൃത്ത് വീണപ്പോ രക്ഷപ്പെട്ട അബ്ദുറഹിമാൻ രാമനെ രക്ഷപ്പെടുത്തിയ കഥ നിങ്ങൾക്കറിയില്ലേ? അതിനേക്കാൾ അപ്പുറത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ പത്രത്തിന്റെ കട്ടിങ് വെട്ടിവെച്ചത് എന്റെ കയ്യിലുണ്ട്. നിങ്ങളെടുത്ത് പരിശോധിച്ചു, കൃത്യം ഡേറ്റ് അറിയാൻ. 2001 ജൂൺ 22 ചെന്നൈയിൽ മെയിൽ കടലുണ്ടിപ്പുഴയിലേക്ക് മൂക്കുകുത്തി വീണു. ആ കടലുണ്ടിപ്പുഴയിൽ വീണു, ആളുകൾ മരിച്ചു, പലരും മരിച്ചു. മരണപ്പെട്ട കൂട്ടത്തിൽ വേർപെട്ട 2 കൈകൾ കൂട്ടിപ്പിടിച്ച് കിട്ടി. വേർപെട്ട 2 കൈകൾ അന്വേഷിച്ച് കണ്ടെത്തി നോക്കുമ്പോ ഒന്ന് വേർപെട്ടത് വേലായുധൻ നായരുടെ കൈയും മറ്റേ കൈ സൈനുദ്ദീന്റെ കൈയുമാണ്. 2 ആളിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മരണവെപ്രാളത്തിൽ കൂട്ടിപ്പിടിച്ച് കൈ അറ്റുപോയി 2 പേരുടെ. 2 കൈ അറ്റ കൈകൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്റെ കയ്യിൽ ഇതിന്റെ ഫോട്ടോയുണ്ട്. അന്നത്തെ പത്ര റിപ്പോർട്ടുണ്ട്.
വൈദ്യഭാഷയിൽ അന്ന് പത്രം എഴുതി, ഞാനന്ന് പത്രത്തിലാണ് അത് കണ്ടത്. വൈദ്യഭാഷയിൽ മരിക്കുമ്പോഴുള്ള പിടച്ചിലുള്ള ഈ പിടുത്തത്തിന് കെഡാവറിക് സ്പാസം എന്നാണ് പറയാ. കെഡാവറിക് സ്പാസം. മരിക്കുമ്പോ പോലും വേലായുധൻ നായർ സൈനുദ്ദീനെ കെട്ടിപ്പിടിച്ചെങ്കിൽ ആ വേലായുധന്റെയും സൈനുദ്ദീന്റെയും ജീവൽ പടപ്പിലുള്ള ആ കെട്ടിപ്പിടുത്തത്തെ സിറ്റിസൺഷിപ്പ് ബില്ല് കൊണ്ടുവന്ന് പിളർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയണം. അതാണ് രാജ്യം പറയുന്നത്, അതാണ് ഇന്ത്യ പറയുന്നത്. ആ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിളർക്കരുത് ഇന്ത്യയെ. ഇനി ഒരു പിളർപ്പ് താങ്ങാൻ ഇന്ത്യക്ക് ഒരിക്കലും കഴിയില്ല. അത്രമാത്രം നമ്മുടെ രാജ്യം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനം നിങ്ങൾ പരിശോധിച്ച് നോക്കി. GDP, നമ്മുടെ രാജ്യത്തെ GDP എന്ന് പറയുന്നത് 4.5% മൂക്കുകുത്തി. നമ്മുടെ രാജ്യം പുറകോട്ട് പോകുന്നു. പട്ടിണി, നമ്മുടെ രാജ്യം വളരെ പുറകില. ആ തരത്തിൽ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് നമ്മളല്ലാതെ ആരാ ചിന്തിക്കാൻ? അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. മലബാറിലെ മാപ്പിളമാരുടെ സമരവീര്യവും പോരാട്ടവും നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്, ഈ സമരത്തിൽ നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ മുസ്ലിം സഹോദരങ്ങളുമുണ്ട്. അവസാനം ഒരു കാര്യം പറയട്ടെ. ഞങ്ങളെ പൂർവികർക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഞങ്ങളെ വന്നിട്ട് ഇത് പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ ആളുകൾ ഇത്രമാത്രം ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നത് എന്ന് അവനവന്റെ നാട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ ഇവിടെ ആള് വന്നു. രാജ്യത്ത് ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ കിടന്നിട്ട് മാപ്പ് എഴുതി കൊടുത്ത VD സവർക്കറെ കുറിച്ച് പഠിക്കാൻ ഒരുത്തനും ഇവിടെ വന്നിട്ടില്ല. മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് പഠിക്കാൻ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ കോൺറാഡ് വുഡ് വന്നു. കോൺറാഡ് വുഡ് പഠിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തു. ആ നാട്ടുകാർക്ക് എന്തൊരു സ്നേഹമാണ് നാടിനോട്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റീഫൻ ഫെഡറിക് ഡേൽ വന്നു. ഓഹിയോ സർവകലാശാലയിൽ നിന്ന് റോബർട്ട് ഹാർഗ്രേവ് വന്നു. അവർ വന്ന് നമ്മളെ കുറിച്ച് പഠിക്കാൻ കനേഡിയൻ മിഷണറി റോളണ്ട് മില്ലർ വന്നു. അതിന് പുറമെ ടോട്ടൻഹാം വന്നു, സർ വില്യം ലോഗൻ വന്നു. ഇച്ചുകോക്ക് പോലും ചരിത്രം എഴുതി. ഇച്ചുകോക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാപ്പിള പെണ്ണുങ്ങളുടെ ഗർഭത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി? നമ്മുടെ ധൈര്യം കണ്ട് ഞെട്ടിയവരാണവർ. ഈ രാജ്യത്തെ പൂർവികരുടെ സമര പോരാട്ടത്തിന്റെ ചരിത്രമുള്ളപ്പോ നിങ്ങൾ ഞങ്ങളുടെ പൂർവികന്മാരുടെ കബർ തുറന്നു നോക്കിയാൽ അവന്റെ നെഞ്ചുകൂട്ടത്തിൽ ഒന്നുകിൽ ബ്രിട്ടീഷുകാരന്റെ ചവിട്ടി അടയാളം അല്ലെങ്കിൽ വെടിയുണ്ടയുടെ അടയാളം, നേരെ മറിച്ച് നീ സംഘപരിവാറിന്റെ ആളുകളുടെ കബർ പൊളിച്ചു നോക്കിയാൽ ഷൂ നക്കിയതിന്റെ അടയാളമേ കാണൂ. ചരിത്രം പറയുന്നുണ്ട്. അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യയിൽ 15 മിനിറ്റിൽ ഒരു ബലാത്സംഗം നടക്കുന്നു എന്നാണ് കണക്ക്. ദിവസത്തിൽ 80 കൊലപാതകം നടക്കുന്നു. അതിൽ 1-ാം സ്ഥാനത്ത് UP ആണ്. യോഗിയുടെ നാടാണ്. യോഗിയുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ വൃത്തികേട് നടക്കുന്നത്. ഇന്ത്യയിലെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ്, ജാമ്യയിൽ നമ്മൾ വെക്കുന്ന കണക്കല്ല. അതുകൊണ്ട് യോഗി ഇന്ത്യ ഭരിക്കാൻ യോഗ്യനല്ല. ഭരണകർത്താവ് ജനങ്ങൾക്ക് സംരക്ഷണമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒന്നേ പറയുന്നുള്ളൂ, ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന വ്യക്തി തീവ്രവാദികളെ കൂടെ പിടിക്കപ്പെട്ടുവെങ്കിൽ അയാൾ DYSP ആണ്, കാശ്മീരിലെ ചുമതലയുള്ള വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ട് പിടിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തെ കുറിച്ച് എന്ത് നടപടികളാണ് നിങ്ങൾ എടുക്കുന്നത്? എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അത്തരം രാജ്യദ്രോഹികളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിക സമൂഹം ഇന്ത്യക്ക് സേവനമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ രാജ്യത്തെ ജനസമൂഹത്തെ ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് പിളർത്താൻ ഈ നിയമം ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. ആ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന അപകടം വളരെ ഗൗരവമായിരിക്കും. സനാവുള്ളക്ക് പൗരത്വം നഷ്ടപ്പെട്ടില്ലേ, അത് ആവർത്തിക്കാൻ പാടില്ല. ഇന്ത്യക്കാരന് പൗരത്വം നഷ്ടപ്പെടുകയാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു ജനതയോട് വെറുപ്പുണ്ടെന്ന് കരുതി ദയവ് ചെയ്ത് അനീതി ചെയ്യരുത്. നീതി മാത്രം ചെയ്യണം. നീതി യോജിക്കുകയാണ് ഞങ്ങൾ. ജനാധിപത്യ മാർഗത്തിൽ, സമാധാന മാർഗത്തിൽ, രാജ്യം അനുവദിക്കുന്ന മാർഗത്തിൽ ഈ ജാമ്യയിൽ കൂടി നിൽക്കുന്ന ഈ ജനസാഗരം സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, ഈ പോരാട്ടത്തിൽ നമുക്ക് തോൽക്കാനാവില്ല. തീർച്ചയായും അന്തിമ നിമിഷം വരെ പോരാടാൻ നമ്മുടെ കൂടെ അമുസ്ലിങ്ങളും മതേതരവാദികളും ഉള്ള കാലത്തോളം ഈ ഭരണകൂടത്തെ ഇറക്കും വരെ സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കൂട്ടത്തിൽ നമ്മുടെ നേതാക്കൾ പറഞ്ഞ നോമ്പും പ്രാർത്ഥനയും അള്ളാഹുവിൽ അടുക്കാനുള്ള മാർഗവും അതൊക്കെ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ട ബാധ്യതയുള്ള പണ്ഡിതന്മാരാണുള്ളത്. പണ്ഡിതന്മാരോട് പറയേണ്ടത് ഞാൻ പറയുന്നില്ല. എൻ്റെ സുഹൃത്ത് അബ്ദുൽ ഹമീദ് വൈസി പ്രഭാഷണത്തിൽ പറയും. ഞാൻ അവസാനിപ്പിക്കട്ടെ. സമയം നീണ്ടുപോയതിൽ ക്ഷമിക്കണം. ഒരുപാട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പരിമിതമായി പോയതിൽ പരാതിയില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.